കണ്ടല്ലൂരിൽ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടിക്ക് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓക്സിജൻ കോൺസെൻട്രേറ്റർ നൽകി. താലൂക്ക് ചെയർമാൻ ബിജു ഇരിക്കൽ കൈമാറി. കണ്ടല്ലൂർ 13-ാം വാർഡിൽ ജിഷ ഭവനത്തിൽ കൃഷ്ണൻകുട്ടി തങ്കമണി ദമ്പതികളുടെ മകൾക്കാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓക്സിജൻ കോൺസെൻട്രേറ്റർ കൈമാറിയത്. വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിഷ ഈ അടുത്ത സമയങ്ങളിലെല്ലാം തന്നെ ഹോസ്പിറ്റലൈസ് ആയിരുന്നു. ആ കുട്ടിക്ക് ശ്വസിക്കാൻ ഒട്ടും വയ്യാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ശ്വസിക്കാൻ അതിൻ്റെ ശ്വാസകോശം ചുരുങ്ങിപ്പോയി. ആ ശ്വാസകോശം മാറ്റിവെക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന, ജീവിക്കാൻ പോലും കഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണ് ഈ ജിഷയുടെ കുടുംബം. അപ്പോൾ ആ കുടുംബത്തിൽ ജിഷയും 2 പെൺകുട്ടികളുമാണ് ഇപ്പോൾ. അതിൻ്റെ അച്ഛനും അമ്മയും ജിഷയും 2 പെൺകുട്ടികളും അടങ്ങുന്നതാണ് അവരുടെ ഫാമിലി. അപ്പോൾ ഈ ജിഷ ഇപ്പോൾ യന്ത്ര സഹായത്താൽ മാത്രമേ ജിഷയ്ക്ക് ശ്വാസം എടുക്കാൻ സാധിക്കൂ എന്നൊരവസ്ഥ വന്ന് അത് ഹോസ്പിറ്റലൈസ് ആയിരുന്നു. ഹോസ്പിറ്റലൈസ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് യന്ത്രസഹായം വേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞങ്ങൾ അത് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ കാർത്തികപ്പള്ളി താലൂക്ക് ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ നാട്ടിലെ സുമനസ്സുകളായിട്ടുള്ള ആളുകളുടെ സാമ്പത്തിക സഹായത്തോടു കൂടി ഞങ്ങളിന്ന് ഓക്സിജൻ കോൺസെൻട്രേറ്റർ മേടിച്ച് ജിഷയുടെ വീട്ടിലെത്തിച്ച് കൊടുത്തിരിക്കുകയാണ്. ഈ മെഷീൻ പ്രവർത്തിപ്പിക്കാൻ ഇപ്പം നോർമലി കറണ്ടുണ്ട്, പക്ഷേ കറണ്ട് പോകുമ്പോൾ ഈ മെഷീൻ പ്രവർത്തിക്കത്തില്ല. അതിന് അത്യാവശ്യം ഇൻവെർട്ടറിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ പരിപൂർണമായിട്ടുള്ളൊരു ഫലം നമുക്കിതിന് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. വളരെ വിഷമകരമായ ഒരു കണ്ടീഷനിലൂടെയാണ് ഈ ഫാമിലി കടന്നു പോകുന്നത്. മരുന്ന് വാങ്ങാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈനംദിനം നല്ലൊരു തുക മരുന്നിന് വേണ്ടി തന്നെ ഈ ഫാമിലിക്ക് വേണ്ടി വരുന്നുണ്ട്. ഈ കുട്ടിക്ക് മാത്രമല്ല, ഇതിൻ്റെ അച്ഛനും ഒക്കെ രോഗബാധിതരാണ്. അവരും ഒക്കെ രോഗത്താൽ വലയുന്ന ആൾക്കാരാണ്. ഈ ഫാമിലി തന്നെ വളരെ ബുദ്ധിമുട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് ദൈനംദിന മരുന്നിനുള്ള കാശും ആവശ്യമുണ്ട്. മാത്രമല്ല, ഈ കറണ്ട് പോകുമ്പോൾ ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റർ പ്രവർത്തിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെർട്ടറിൻ്റെ അത്യാവശ്യമാണ് ഇൻവെർട്ടർ. അപ്പം തീർച്ചയായും ഒരു ഇൻവെർട്ടർ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് അതിനൊരു ഇൻവെർട്ടർ കൂടി മേടിച്ചു കൊടുക്കാനുള്ള സഹായം ചെയ്യണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ശ്വാസകോശം ചുരുങ്ങി ശ്വസിക്കുവാൻ പറ്റാത്ത സാഹചര്യമാണ് കുട്ടിക്കുള്ളത്. റെഡ് ക്രോസ് സൊസൈറ്റി കാർത്തികപ്പള്ളി താലൂക്ക് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് സുമനസ്സുകളുടെ സഹായത്തോടെ വാങ്ങിയ ഓക്സിജൻ കോൺസെൻട്രേറ്റർ താലൂക്ക് ചെയർമാൻ ബിജു ഇരിക്കൽ കൈമാറിയത്. വൈസ് ചെയർമാൻ എൻ പ്രഹ്ലാദൻ, സെക്രട്ടറി വി സതീശൻ, ട്രഷറർ ആർ അരവിന്ദൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ആർ അനുരൂപ്, സുരേഷ് കുമാർ, ഡി ശ്രീകുമാർ, അപ്പുണ്ണി എസ്, ജയൻ എന്നിവർ പങ്കെടുത്തു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.